വിവാദങ്ങൾക്കിടെ ചേർന്ന കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം ഉന്നയിച്ച വിശ്വാസ പ്രമേയം തള്ളിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് CPM വിമത കൗൺസിലർ കലാരാജു രംഗത്തെത്തി. അതേസമയം കൗൺസിൽ സ്ഥാനം രാജിവെക്കില്ലെന്ന് കലാരാജു വ്യക്തമാക്കി. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതടക്കം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം തള്ളിയതോടെയാണ് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചെയർപേഴ്സണെതിരെ പ്രതിഷേധിച്ച UDF അംഗങ്ങൾക്കൊപ്പം CPM വിമത കൗൺസിലർ കലാരാജുവും നടുത്തളത്തിലിരുന്നു. ഞാൻ ഇവരുടെ ഒപ്പമുണ്ട്. അതെ, എന്റെ പ്രതിഷേധം അവിശ്വാസത്തിൽ തന്നെയാണ് അതെ മുതലുള്ള അങ്ങയുടെ രാഷ്ട്രീയ നിലപാട് UDF-നൊപ്പമാണ്. മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം എന്റെ സംഭവമാണല്ലോ ഇവിടെ പറഞ്ഞത്. നീതിക്ക് വേണ്ടിയുള്ള സമരം ഉറച്ചു നീക്കുക. ചെയർപേഴ്സണെതിരെ UDF കൗൺസിലർ ബോബൻ വർഗീസ് അശ്ലീല പരാമർശം നടത്തിയെന്നാരോപിച്ച LDF അംഗങ്ങളും പ്രതിഷേധിച്ചു. പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF അംഗങ്ങൾ. അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണെന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത്. അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എന്ന് തന്നെയാണ് ഞങ്ങളും വിളിക്കാറുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുകയും അതുപോലെ കൊടുത്ത രഹസ്യമൊഴി അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കാര്യത്തിലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ കലാരാജു MLA മാത്യു കുഴൽനാടനൊപ്പം പത്രസമ്മേളനം നടത്തി. UDF-ലേക്ക് കലാരാജുവിനെ സ്വാഗതം ചെയ്തെങ്കിലും കലാരാജു ഇതുവരെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.